ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ഫാമിലിയിലെ തന്നെ ഒരു കല്യാണം ഉറപ്പ് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അത് വിൻസോർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ് കോട്ടയത്ത്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വന്നേക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യുവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
സഹോദരങ്ങളും ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുമായി ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടതും നിങ്ങൾക്കായി ഇരിപ്പിടങ്ങളിലേക്ക് വന്നിരിക്കേണ്ടതുമാണ്. അതിനുശേഷമേ പ്രാർത്ഥിച്ച ശുശ്രൂഷകൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണമേ എന്ന് ഓർക്കണം. ഇക്കുമോളുടെ കുടുംബം സഹിച്ചാൽ ബീനാൻഡി, ചിക്കു, നിക്കു ഇവരെല്ലാം ഒരു വർഷങ്ങളായി ഖത്തറിൽ ജോലി. എന്തുകൊണ്ടെന്നാൽ ഈ രണ്ട് കുടുംബങ്ങളും ദൈവികമായിരിക്കുന്ന ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നു, ദൈവസഭകളെ സ്നേഹിക്കുന്നു, കർത്തദാസന്മാരെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ക്ഷണിതാക്കളായി വന്നിരിക്കുന്ന കർത്തദാസന്മാരും പ്രൗഢമായിരിക്കുന്ന ഈ സദസ്സും നീണ്ടകാലം ഇതിനകത്ത് പലരും വ്യക്തിപരമായിട്ടും ഹൃദയം പങ്കുവെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി കൂടെയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് സർവശക്തനായ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അസുരൂപ സന്ദർഭത്തിൽ ഈ പ്രാർത്ഥനയുടെ മറുപടി ദൈവസന്നിധാനത്തിൽ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുമ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സുകൊണ്ട് യാതൊരു ഭാരം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടെ ഈ വിവാഹ നിശ്ചയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ
ദർശനം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സ്നേഹിതന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് കൂടി വന്ന ഉദ്ദേശം ഞങ്ങളുടെ മകൾ മിക്കു സണ്ണി ജോർജ് 481 Benito Street, East Meadow, USA. പുന്നവേലിയിൽ പാലമ്പൊയ്ക്കൽ ആമീൻ ഡോക്ടർ റവറൻ ഇറ്റി എബ്രഹാമിൻ്റെയും മിസസ് സൂസൻ ഇറ്റി എബ്രഹാമിൻ്റെയും മകൻ ലെസ്ലി എബ്രഹാമിൻ്റെയും വിവാഹ ആലോചനകൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനെപ്പറ്റി ചെറിയൊരു ആലോചന ഞങ്ങളുടെ മധ്യത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നിങ്ങളെ എല്ലാവരെയും നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. സമർപ്പിച്ചത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞതാണല്ലോ. പ്രിയ മിക്കുവിൻ്റെയും ലിസിയുടെയും വിവാഹകാര്യത്തെക്കുറിച്ച് ദിവസങ്ങളായി പ്രാർത്ഥിക്കുകയും ഇരു കുടുംബക്കാർ തമ്മിൽ കൂടി ആലോചിക്കുകയും അതിനെക്കുറിച്ചൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വിശുദ്ധ വിവാഹം അല്ലെങ്കിൽ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ വിവാഹത്തിന് പ്രധാനമായിട്ട് 3 ബന്ധങ്ങളാണുള്ളത്. ഒന്ന് സാമൂഹ്യമായിരിക്കുന്ന ബന്ധം. അതുകൊണ്ടാണ് വളരെ തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും രക്തബന്ധങ്ങളെയും എല്ലാം വിളിച്ചു കൂട്ടി ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത്. 2 നിയമപരമായിരിക്കുന്ന ഒരു ബന്ധം. അതുകൊണ്ടാണ് സഭയുടെ ഈ വിവാഹ നിശ്ചയരേഖയും ഇവരും സാക്ഷികളൊക്കെ ഒപ്പിട്ട് പിന്നീട് അവർക്ക് ഒരുമിച്ചുള്ള യാത്രയിലും മറ്റൊരു കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വരും. 3ാമത്തത് ദൈവികമായൊരു ബന്ധം. ദൈവികമായിരിക്കുന്ന ബന്ധമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പറയുകയൊക്കെ ചെയ്യുന്നത്. കൊണ്ട് നമ്മളോട് ആലോചനയുടെ പൂർത്തീകരണത്തിൻ്റെ ഹൃദയധാരണകൾ പങ്കുവയ്ക്കും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യാം. സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ മകൻ ലെസ്ലി, അതുപോലെ തന്നെ സണ്ണി ജോർജ്, ബീനയുടെ മകൾ മിക്കുവും തമ്മിലുള്ള വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഞങ്ങൾ കുടുംബപരമായിട്ട് സംസാരിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ആ വിവരം അറിയിപ്പാനും നിങ്ങളുടെ ദൈവസന്നിധിയിൽ അവർ ഇവിടേക്ക് വരികയാണ്. സന്തോഷത്തോടെ നമുക്ക് ആ കാര്യത്തിൽ നല്ല പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ച് മണവാട്ടി എന്ന പദവിയിലേക്ക് പ്രവേശിക്കാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അവരെ ദൈവം നമ്മുടെ ബന്ധത്തിലേക്ക് അനയിക്കുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു വന്നിട്ടു. രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് ഒന്ന് എല്ലാവർക്കും ഫേസ് ചെയ്ത് നല്ല മുഖത്തോടെ നിന്നാണ് രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് നിന്നത്. സ്റ്റോപ്പ്. ലെസ്ലി നിങ്ങളവരെ കണ്ടല്ലോ. വീണ്ടും കാണാനുള്ള അവസരം ദൈവമായ കർത്താവ് തരട്ടെ. നിങ്ങൾക്ക് ഇരിക്കാം. അല്പസമയത്ത് നിങ്ങൾക്ക് ഇരിക്കാം. ഈ സമയത്ത് വിവാഹ നിശ്ചയരേഖ സൈൻ ചെയ്യാൻ കൂടി സമയം വേർതിരിക്കുകയാണ്. അതിനുശേഷം അത് പരസ്യമായി വായിച്ചതിന് ശേഷം കൈമാറുകയും ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു. വിശുദ്ധ ഇരുസഭകളും ക്രമീകരിച്ചിരിക്കുന്ന